സംസ്ഥാനത്ത് തെരുവുനായ ശല്യം രൂക്ഷമാവുകയാണ്. പേവിഷബാധയേറ്റ് ഈ കൊല്ലം മാത്രം 13 പേരാണ് മരിച്ചത്. ഏപ്രിൽ 8-നാണ് കൊല്ലം കുന്നിക്കോട് 7 വയസ്സുകാരിക്ക് തെരുവുനായയുടെ കടിയേറ്റത്. വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിച്ച കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ഡിസംബർ 13-നാണ് പത്തനംതിട്ട പുല്ലോട് സ്വദേശിനിയായ ഭാഗ്യലക്ഷ്മിക്ക് തെരുവുനായയുടെ കടിയേറ്റത്. വാക്സിനുകളെല്ലാം കൃത്യമായി എടുത്തെങ്കിലും കുട്ടി മരിച്ചു. തെരുവുനായ്ക്കളെ പിടിച്ചുകെട്ടുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വീഴ്ച വരുത്തുന്നു എന്നാണ് നാട്ടുകാരുടെ ആരോപണം. നായ്പേടിയിലാണ് നമ്മുടെ നാട്. പത്തനംതിട്ടയിൽ 13-കാരിയെയും കുന്നിക്കോട് 7 വയസ്സുകാരിയെയും അതിക്രൂരമായാണ് തെരുവുനായ ആക്രമിച്ചത്. പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി ഭാഗ്യലക്ഷ്മിയെ നായ കടിച്ചത് ഡിസംബർ 13-ന്. വാക്സിനുകളെല്ലാം കൃത്യമായി എടുത്തു. എന്നിട്ടും ഏപ്രിൽ 9-ന് കുട്ടി മരിച്ചു. പേവിഷബാധയേറ്റാണ് കുട്ടിയുടെ മരണമെന്ന പിതാവ്. കുഴിഞ്ചേരി കൊണ്ടുവന്ന് മുറിവിനും ഇഞ്ചക്ഷൻ എടുത്തതാണ്. അല്ലാതെ 4 ഇഞ്ചക്ഷൻ വേറെ ഉള്ളത് എല്ലാം പൂർത്തിയാക്കി. ഇപ്പം 4-ാമത്തെ മാസം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞിന് ഈ അസ്വസ്ഥത ഉണ്ടാകുന്നതും 9-ാം തീയതി രാവിലെ 9:22 ആയപ്പോൾ കുഞ്ഞ് മരിച്ചു. ഏപ്രിൽ 9-ന് കുഞ്ഞ് മരിച്ചു. കുന്നിക്കോട് 7 വയസ്സുകാരിക്ക് തെരുവുനായയുടെ കടിയേറ്റത് ഏപ്രിൽ 8-ന്. വീടിന് സമീപം നിർമ്മാണം പുരോഗമിക്കുന്ന ബന്ധുവിന്റെ വീട്ടിലെ തൊഴിലാളികൾക്ക് കുടിവെള്ളവുമായി എത്തിയതാണ്. ഈ സമയത്ത് അവിടെയുണ്ടായിരുന്ന തെരുവുനായ കുട്ടിയെ ആക്രമിക്കുകയായിരുന്നു. പ്രതിരോധ കുത്തിവയ്പ്പുകളെല്ലാം കൃത്യമായി എടുത്തു. എന്നിട്ടും കുട്ടിക്ക് പേവിഷബാധയേറ്റു. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെടുത്ത പ്രതിരോധ കുത്തിവയ്പ്പിലാണ് വീട്ടുകാർക്ക് സംശയം. 29-ാം തീയതി രാത്രി ആയപ്പോഴത്തേക്കും ഈ ബാക്കിലൊരു ചെറിയ മുറിവുണ്ടായിരുന്നു. അതിനകത്തൊരു കുത്തിവലി വന്നു. അങ്ങനെ കുത്തിവലി വന്നു. ബാക്കിയുള്ള മുറിവിനെല്ലാം കുത്തിവലിയായി. കൈ പിന്നെ വേദനയായി. അങ്ങനെ രാത്രി ഒരു 2 മണിയായപ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കൂടി. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമെന്ന നാട്ടുകാർ. ഇപ്പോൾ ഒരു പൊടിക്കുഞ്ഞ് താണ്ട് ഇപ്പോൾ സീരിയസ് ആയിട്ട് കിടക്കുന്നത്. ഇനിയും ആ പട്ടിയുടെ കൂടത്തിൽ ഒരുപാട് പട്ടികളെ അത് കടിച്ചിട്ടുമുണ്ട്. ആ പട്ടികൾ തന്നെ ഈ ചുറ്റും കിടന്ന് കറങ്ങുകയും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും നടപടിയിൽ ഇനിയും അപകടങ്ങൾ കൂടാൻ സാധ്യതയുള്ളൂ. ഇതിനു മുൻപും ഇവിടെ തെരുവുനായുടെ കടിയേറ്റത് നിരവധി പേർക്ക്. ഞങ്ങൾക്കിപ്പോൾ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കഴിയുക. എൻ്റെ 2 മക്കളെ പട്ടിയടിച്ചു. റോഡരികിൽ അറവുമാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതാണ് നായ്ക്കൾ പെരുകാൻ കാരണമെന്നും പലതവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ. വിളക്കുടി പഞ്ചായത്തിൽ തെരുവുനായ്ക്കളുടെ ശല്യം ഇവിടെ മാത്രമല്ല. പലതവണ പ്രതിഷേധങ്ങളും പരാതികളും ഉയർന്നെങ്കിലും അധികാരികൾ കണ്ണടച്ചിരുന്നു. ഒടുവിൽ കണ്ണു തുറക്കാൻ ഇത്തരമൊരു ദാരുണ സംഭവം അരങ്ങേറേണ്ടി വന്നു എന്ന് മാത്രം. സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഭരണസമിതി അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. ഇന്നു തന്നെ പ്രദേശത്തെ തെരുവുനായ്ക്കളെ പിടികൂടാനും തീരുമാനമെടുത്തു. വേസ്റ്റ് ഇടുന്ന ഭാഗങ്ങളിലാണ് തെരുവുനായ്ക്കൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇവയെ നമുക്ക് വന്ധീകരണത്തിന് വിധേയമാക്കി നമ്മളൊരു പുതിയ ഷെൽട്ടർ കുരിയോട്ടുമലയിൽ ആരംഭിക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ എത്രയും വേഗം അതിൻ്റെ പണി പൂർത്തിയാക്കി അതിനെ നമ്മൾ അവിടത്തേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ചില തീരുമാനങ്ങൾ ഇന്ന് കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ട്. ആരോഗ്യവകുപ്പിൽ നിന്നുള്ള പ്രത്യേക സംഘവും സ്ഥലത്ത് പരിശോധന നടത്തി. പഞ്ചായത്തുമായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് ഇനിയിപ്പോൾ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഏകോപിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു ഇൻ്റർസെക്ടർ മീറ്റിങ്ങിൽ വിളിച്ചിട്ട് ഇവിടെ പത്തനാപുരം ബ്ലോക്കിൽ മൊത്തത്തിലൊരു അവയർനെസ് കൊടുക്കുക. ഇതുപോലുള്ളൊരു ഇൻസിഡൻറ്റ് ഇനി ഉണ്ടാവാത്ത രീതിയിലുള്ള ഇടപെടലാണ് ഇനി നോക്കുന്നത്. കുട്ടിയുമായി സമ്പർക്കത്തിലേർപ്പെട്ടവർ എത്രയും വേഗം പ്രതിരോധ വാക്സിൻ എടുക്കണമെന്നും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. 7 വയസ്സുകാരിയെ തെരുവുനായ കടിച്ചു കീറുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് ഒന്നുണരാൻ. വൈകിയെത്തിയ ഈ നടപടികൾ ഇനിയും വെച്ചു താമസിപ്പിക്കരുത്. ക്യാമറമാൻ രാജ് കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര.